ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ലീഗിന്റെ കോട്ടയാണെങ്കിലും എനിക്ക് തോന്നുന്നു 6 ഇരട്ടി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് പറ്റിയിരിക്കുന്നത് അല്ലേ? നല്ല ഭൂരിപക്ഷം കൂടി. നല്ല ക്യാമ്പയിൻ ആയിരുന്നു. ക്യാമ്പയിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ഒരു ഫീല് കിട്ടിയിരുന്നു. ഇവിടെ സംതിങ് ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരുടെ കൂടെയാണല്ലോ നമ്മൾ ക്യാമ്പയിന് പോവുക. അപ്പം അതോടൊപ്പം നമ്മൾ പൊതു ജനങ്ങളിൽ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് നല്ല വെൽക്കമിങ് ആയിരുന്നു. പിന്നീട് നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇത്ര ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തായാലും ഒന്നുകൂടെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അതൊരു ഊർജ്ജമാകട്ടെ കൂടുതൽ പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ വരിക. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ രാഷ്ട്രീയത്തിലൊരു മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ ഭരണരംഗത്തേക്ക് വരുന്നവർക്ക് സാമ്പത്തിക കാര്യങ്ങളിലുള്ള ഒരു അവബോധം. ഇപ്പം അങ്ങേക്കറിയാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഒരു സാമ്പത്തിക വർഷത്തിലേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു വിഷൻ ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ മനസ്സിൽ കാണും, അത് പ്ലാൻ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ പോകുമ്പം അതിനൊരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് അല്ലെ ഭരണരംഗത്തേക്ക് വരുന്നവർക്ക് സാമ്പത്തിക അവബോധം കൂടി ഉണ്ടെങ്കിൽ അത് കൂടുതൽ സഹായകമാവില്ലേ? തീർച്ചയായും. നമ്മളൊരു ചെറിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇപ്പോൾ ക്രിസ്ത്യന വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുന്നതിൽ അതിനൊരു സൈസ് ഉണ്ട്. ഒരു ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 1,50,000 crore ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണിത്. അത്രയും റവന്യൂ ഉണ്ടാവും, അത് ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ഡെഫിനിഷനിൽ നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, പക്ഷേ സ്റ്റേറ്റിനൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ആകെ ഒരു വർഷത്തെ ഇത് നടന്നു പോകണമെങ്കിൽ ഇത്രയും ഉണ്ടാവണം. അതിൽ കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ കടമെടുക്കണമൊക്കെ. ആ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ഇല്ലാതെ ഒരു ചെറിയ ഒരു മൈക്രോ എസ്റ്റാബ്ലിഷ്മെൻറ്റോ ഒരു സ്റ്റേറ്റോ കടന്നു പോവില്ല. അതാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനിൽ നമ്മൾ കാണുന്ന സിമിലാരിറ്റി. അപ്പോൾ എനിക്ക് അങ്ങയെക്കുറിച്ച് അഭിമാനം തരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങ് സാമ്പത്തികമായി സെൽഫ് റിലയൻ്റ് ആയ ശേഷം, സ്വന്തം കാലിൽ നിന്ന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഇറങ്ങുന്നത്. അതിനു മുമ്പ് തന്നെ അങ്ങയുടെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ട്, ചിന്തകളിൽ രാഷ്ട്രീയമുണ്ട്, മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഈ സാമ്പത്തികമായി സ്വന്തം കാലിൽ നിന്ന് ശേഷമാണ്. ഒരുപക്ഷെ അത് അങ്ങയുടെ ചെറുപ്പകാലത്തെ ചില അനുഭവങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങയുടെ ചെറുപ്പകാലത്ത് ഈ തിരൂരങ്ങാടിയിലുള്ള എല്ലാവർക്കും രാഷ്ട്രീയക്കാരനായ അങ്ങയുടെ പിതാവ് ഇസ്മായിലിക്കെ അറിയായിരുന്നു. അവർക്കെല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹവുമായിരുന്നു. അദ്ദേഹം സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതുകൊണ്ട് അങ്ങയുടെ ബാല്യത്തിൽ ഒക്കെ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളായിരിക്കാം അങ്ങയെക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. അപ്പോൾ അങ്ങേക്കറിയാം, നമ്മളൊരു സ്കൂൾ ഫീസ് അടയ്ക്കണമെങ്കിൽ സ്നേഹം കൊടുത്താൽ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ബില്ല് തീർക്കണമെങ്കിൽ പണം തന്നെ വേണം. പലവ്യഞ്ജനവും അരിയും കിട്ടണമെങ്കിൽ പണം തന്നെ വേണം. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നവർ സ്വന്തം കാലിൽ നിൽക്കുക, സെൽഫ് റിലയൻ്റ് ആയിട്ട് സ്വന്തമായ ജീവനോപാധിയുള്ള ഭരണകർത്താക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ചൈൽഡ്ഹുഡിലെ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എഡ്യൂക്കേഷനിൽ വന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത്. ഇവിടെ എത്തുമ്പോൾ ഞാനൊരു ഈ രീതിയിലുള്ള പൊതുപ്രവർത്തനം ആഗ്രഹിച്ച ഒരാളാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്ത് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത ഒരാളാണ്. പൊതുപ്രവർത്തകരെ കുറിച്ച് എപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാകുക, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലുള്ള ഒരു ക്ലാരിറ്റി കുറവാണ്. അതിന് നമ്മൾ ഒരു സെൽഫ് സസ്റ്റൈനബിൾ മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് ഞാൻ ഇതിലൂടെ ലക്ഷ്യം വെച്ചത്. സോ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ വേറൊന്നും നമ്മൾ ലക്ഷ്യം വെക്കണ്ടല്ലോ. ഒരു പൊതുപ്രവർത്തകൻ, ഒരു മോഡൽ പൊതുപ്രവർത്തകൻ ഉണ്ടാകാൻ അയാൾക്ക് ആവശ്യമായതൊക്കെ അയാളുടെ കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ പ്രയാസം അനുഭവിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.